ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. ഇപ്പോൾ സൈഡ് ലൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നാട്ടിലെ ഈ ചൂടിൽ പൊള്ളി വിയർത്തൊലിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ? പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ ടൂർ പോകാനുള്ള പരിപാടിയിലായിരിക്കും പലരും. നിങ്ങളുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ പ്ലാനിങ്ങിൽ യൂറോപ്പ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ യൂറോപ്പിലെ ഒരു ചില്ലിംഗ് ലൊക്കേഷൻ ഇന്ന് സൈഡ് ലൈറ്റ്സ് പരിചയപ്പെടുത്താം. സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രമുഖ നഗരമായ സൂറിച്ചിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താലെത്താവുന്ന ഒരു അതിമനോഹരമായ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ കുളിര് കോരിയിടുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ ഇന്ത്യക്കാർക്ക് കാശ്മീർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾക്ക് സ്വിറ്റ്സർലൻഡും. വിഖ്യാതനായ ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ വരച്ചിട്ടിരിക്കുന്നത് പോലെ അതിമനോഹരമായ ഭൂപ്രദേശങ്ങളാണ് സ്വിറ്റ്സർലൻഡിൽ എവിടെ നോക്കിയാലും കാണാവുന്നത്. പൊടിയോ അഴുക്കോ അന്തരീക്ഷ മലിനീകരണമോ ഇതൊന്നുമില്ലാത്ത വൃത്തിയായി സൂക്ഷിച്ചിട്ടുള്ള തെരുവോരങ്ങളും ഭൂപ്രദേശങ്ങളും. സൂറിച്ചിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഒട്ടനവധി ഡയറി ഫാമുകളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ ഗുണനിലവാരമുള്ള ഡയറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ധാരാളം പശുക്കൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ മനുഷ്യരെ പോലെ തന്നെ വളരെ അച്ചടക്കമുള്ളവയാണ് ഇവിടുത്തെ പശുക്കളുമെന്ന് യാത്രക്കിടയിൽ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. പശുക്കൾ മേഞ്ഞു നടക്കുന്ന വിശാലമായ പച്ച പുൽമൈതാനങ്ങൾക്ക് വേലിക്കെട്ടുകളില്ല, കൂറ്റൻ മതിലുകളില്ല. വളരെ നേരത്തെ ഒരു കുഞ്ഞു കയറുകൊണ്ട് അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നതാണ് ഈ പച്ചപ്പുൽ മൈതാനങ്ങൾ. ഈ പശുക്കൾ ആ കയറ് താണ്ടി എവിടെയും പോകില്ലത്രേ. അത്രയ്ക്കുണ്ട് അവയുടെ അച്ചടക്കം. നയനാനന്ദകരമായ വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒടുവിൽ ഞങ്ങൾ ഇന്റർലാക്കൻ എന്ന അതിസുന്ദരമായ ആ കൊച്ചു പട്ടണത്തിലെത്തി. അലക്കി തേച്ചതുപോലുള്ള വഴിയോരങ്ങളും വീടുകളും ചത്വരങ്ങളും. വെറും 5000 പേർ മാത്രം വസിക്കുന്ന ഈ കൊച്ചു പട്ടണത്തിൽ വർഷത്തിൽ വന്നുപോകുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം 20 ലക്ഷമാണത്രേ. 2 തടാകങ്ങൾ അഥവാ ലേക്സ് ഇവയ്ക്കിടയിൽ കിടക്കുന്ന പട്ടണമായതുകൊണ്ടാണ് ഇതിന് ഇന്റർലാക്കൻ എന്ന് പേര് വന്നത്. കുർസാൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റർലാക്കൻ കാസിനോയാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രം. കാസിനോയ്ക്ക് സമീപമുള്ള വിശാലമായ പാർക്കിൽ നടക്കുകയോ പൂന്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയോ അതുമല്ലെങ്കിൽ കാസിനോയിലെ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുകയോ ചെയ്യാം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്റർലാക്കൻ പട്ടണത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. 1995 ബോളിവുഡ് സൂപ്പർ ഹിറ്റ് ചിത്രമായ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന വിഖ്യാത ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നല്ലൊരു പങ്ക് നടന്നിട്ടുള്ളത് ഇന്റർലാക്കനിലും പരിസര പ്രദേശങ്ങളിലുമാണ്. ഷാറൂഖ് ഖാനും കജോളുമൊത്തുള്ള നിരവധി കോമ്പിനേഷൻ സീനുകൾ ചിത്രീകരിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളും ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ വിഖ്യാത ബോളിവുഡ് സിനിമയുടെ സംവിധായകനായ യശ് ചോപ്രയുടെ ഒരു സ്റ്റാച്യു ഈ പാർക്ക് പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ പ്രതിമയ്ക്ക് സമീപം നിന്ന് സെൽഫി എടുക്കുന്നതും റീലുകൾ ചിത്രീകരിക്കുന്നതും വളരെ സാധാരണമായ കാഴ്ചയാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് പൊതുവെയും ഇന്റർലാക്കനിലേക്ക് പ്രത്യേകിച്ചും ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ പ്രവാഹം ആരംഭിച്ചത് തന്നെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷമാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള നന്ദി സൂചകമായിട്ടായിരിക്കും അവർ നമ്മുടെ യശ് ചോപ്ര സാറിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയുവാണ്. നിങ്ങളെപ്പോൾ യൂറോപ്പിലേക്ക് വരുവാണെങ്കിലും യൂറോ കോയിനുകളും യൂറോപ്പിൽ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകളും നിർബന്ധമായിട്ടും കയ്യിൽ കൊണ്ടുവരാൻ മറക്കരുത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം പബ്ലിക് ടോയ്ലറ്റുകളിലാണ്. പബ്ലിക് ടോയ്ലറ്റുകളെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. മെഷീനിൽ പൈസ ഇടുകയോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഡോർ തുറക്കൂ. പെട്ടെന്ന് വരുന്ന സംഘം മാറ്റണമെങ്കിൽ കയ്യിൽ കാർഡോ കോയിനോ ഇല്ലെങ്കിൽ പെട്ടത് തന്നെ. ഇന്റർലാക്കനിലെ പ്രകൃതി സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ച ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ആൽപ്സ് പർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചെറിയ ടൗണാണല്ലോ ഇന്റർലാക്കൻ. സ്വിറ്റ്സർലൻഡിലെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ക്യാപിറ്റൽ കൂടിയാണ് ഇന്റർലാക്കൻ കൂടി ഉൾപ്പെട്ട ഈ ഭൂപ്രദേശം. ആകാശത്ത് പാറി നടക്കുന്ന ഒട്ടനവധി വർണ്ണാഭമായ പാരാഗ്ലൈഡറുകൾ ഇക്കാര്യം ശരിയെന്ന് തെളിയിക്കുന്നു. അങ്ങ് ദൂരെ നീലാകാശത്തിനുമപ്പുറത്ത് മഞ്ഞു പുതച്ചു നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് ടോപ്പ് ഓഫ് ദി യൂറോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഖ്യാതമായ യുങ്ഫ്രോ. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതോടൊപ്പം വീഡിയോയിലുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം ആൻഡ് ബൈ ബൈ.